എനിക്ക് പേടിയാവുന്നു. ഞാനെങ്ങനെ ഇങ്ങോട്ട് പോകും? ചിലപ്പോൾ ഇതിന് മുകളിലായിരിക്കും ബാത്റൂം. ആ ചേച്ചി ഞാൻ ഒരുപാട് വിളിച്ചതാ, പക്ഷെ ആള് വന്നില്ല. ദുഷ്ടത്തി. അവിടെ എന്തിനാ ഞാൻ വിളിക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ ഒരു വാതില? ഈ വാതില് തുറക്കാൻ ഇനി വേറെ വല്ലതും ചെയ്യേണ്ടി വരുമോ? ഞാൻ ഇനി എന്ത് ചെയ്യും? വാതിലെ തുറക്ക്. ഇത് എന്താ സംഭവം? വാതിൽ തുറക്ക് പ്ലീസ്. എന്താ ഇത്? തുറക്കാനും പറ്റുന്നില്ല കൈ. തുറന്നു. ഒരു സമാധാനമുണ്ട്. അല്ല ഇതെന്താ? ഇതൊരു ലൈബ്രറി പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഇതപ്പോ ബാത്റൂം അല്ലേ? ഇത് ഞാൻ എന്തുവാ ചെയ്യും? ഇതെന്താ ബുക്ക്? എന്തായാലും ഇത് തുറന്നിട്ട് വായിച്ചു നോക്കാം. എനിക്കറിയണല്ലോ ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം. ആര് വാതിലെടുക്കുന്നേ? ഞാനിവിടെ പോയിട്ടില്ല, പ്ലീസ്. വാതിലടിച്ചിട്ടുണ്ടാവുക. ഞാൻ ഇവിടുന്ന് പോയിട്ടില്ലല്ലോ. പുറത്തുനിന്ന് ആരോ അടച്ചതാ. ഇനി ഞാൻ എന്തുവാ ചെയ്യും? എനിക്കാകെ പേടിയാവുന്ന. ഇത്ര നേരമായിട്ടും എന്താ സോന വരാത്തേ? ഒരുപാട് നേരമായാലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതൊരു വന്നില്ലല്ലോ അവള്. ഇനി വല്ല അപകടം സംഭവിച്ചു കാണോ? അല്ല ഈ റേഡിയോ എന്താ വർക്കാവാത്തേ? പറഞ്ഞിട്ട് കാര്യമില്ല, കുറെ കാലമായിട്ട് ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെ ഓണാവാനാ? ഒരു കാര്യം ചെയ്യാം, ഇത് ഈ നിലത്ത് അങ്ങ് വെക്കാം. ഇതിപ്പോ വലിയ ഉപകാരമൊന്നുമില്ലല്ലോ. റേഡിക്കുട്ട കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടാ, നമുക്ക് വരാമേ. അയ്യോ, എവിടുന്ന ഈ പാട്ടൊക്കെ കേൾക്കുന്നേ? അല്ല, അതാരോ നടന്നു വരുന്നേ? ഹോ ദൈവമേ, ഞാൻ ആകെ പേടിച്ചു പോയി. ഇവളായിരുന്നോ? ഞാൻ ആകെ പേടിച്ചു പോയല്ലോ. ഇവളെന്താ ഇങ്ങനെ വരുന്നേ? ഒന്ന് ശബ്ദം ഉണർത്തി വന്നൂടെ? ഡി സോന, ഇവിടുത്തെ എല്ലാവരെയും ഞാൻ കൊല്ലും. ജെന്നി, ഇവിടെ വരുന്നവരെല്ലാവരും ദുഷ്ടന്മാരോ. എല്ലാവരും ഞാൻ കൊല്ലും. എന്റെ പേര് ജെന്നി ആണെങ്കിൽ. ഇവൾക്ക് ഇതെന്താ പറ്റിയേ? എല്ലാവരും കൊല്ലുന്നോ? അതിന് ഇവളാരാ? അയ്യേ, ഇവൾക്ക് എന്താ ശരിക്കും പറ്റിയേ? വട്ടായനാ തോന്നേ. പോയി ചെന്നോക്കാം. ചിലപ്പോ വല്ലതിനെ കണ്ടിട്ട് പേടിച്ചിട്ടുള്ള ഷോക്കായിരിക്കും. സോന, എന്താ ചേച്ചി? നിനക്ക് എന്താടി പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ചേച്ചിയോട് ആരാ പറഞ്ഞേ എനിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടെന്ന്? ഞാനിവിടെ വരുമ്പോഴല്ലേ നീ എന്താ കേപ്പിച്ചും വഴി സംസാരിക്കുന്നത്? ഞാൻ വിചാരിച്ചു നിന്റെ ബോധമൊക്കെ പോയിട്ടുണ്ടെന്ന്. അല്ല ചേച്ചിയുടെ ഇതുവഴി. ഓ, എന്റെ ഒരേ ഒരു അനിയത്തിയല്ലേ. ഇന്ന് നിനക്ക് വല്ലത് പറ്റണ്ട വിചാരിച്ചിട്ടാ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. അല്ലാതെ സ്നേഹം കൊണ്ടൊന്നല്ലാട്ടാ. എന്നാ വാ ചേച്ചി, നമുക്ക് അങ്ങോട്ട് പോവല്ലേ? അതെ അതെ, വാ. ഒന്ന് പറഞ്ഞു പോയിക്കൂടെ? അല്ലെങ്കിൽ ടെൻഷൻ അതിന്റെ ഇടയിൽ കൂടെ ഇവരൊരു പോക്കു. എന്നാ ഒന്ന് പറയാ ആദ്യമില്ല. അവര് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇതവരെ മനഃപൂർവ്വം പോയതാ നമ്മളെ പേടിപ്പിക്കാനായിട്ട്. അതെ ദേവു, നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പോലും പേടിയാ. ഇവിടെ എങ്ങാനും ഈ ലൈറ്റ് അങ്ങനെ ഓഫ് ചെയ്താണ്ടല്ലോ ഞാൻ ആകെ പേടിക്കും. അയ്യോ, നോക്ക്, ലൈറ്റ് ഓഫ് ആയി. ഇനി നമ്മൾ എന്താ ചെയ്യും? എനിക്ക് പേടിയാവുന്നു. പേടിക്കട, നീ കൂടി പേടിച്ചാൽ എന്റെ ഉള്ള കാര്യം പോകും. പ്ലീസ് പ്ലീസ് ദേവു, നീ കാര്യമല്ലേ ദേവു. ഇത്ര കാലമായിട്ട് ഇതുപോലെ ഞാൻ അറിയാത്ത വീട്ടിൽ പോയിട്ട് അയ്യോ, നീ കരയല്ലേ, അവരിപ്പോ വന്നോളൂ. ഇവിടെ ഒരു ലൈറ്റ് ഓഫ് ആക്കിയേ. നിങ്ങൾ എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ ആകെ പേടിച്ചു പോയി. അത് പിന്നെ ഇവൾക്ക് ബാത്റൂം പോണെന്ന് പറഞ്ഞു. പിന്നെയാണെങ്കിൽ ഞാൻ പോയില്ല. ഇവൾക്ക് ഇനി വല്ലതും പറ്റുമെന്ന് വിചാരിച്ചിട്ട് പോയതാ പിറകെ. അപ്പോ അവള് വന്നു, അതുകൊണ്ടാ. എന്നാലും ഈ കാര്യം പറയാമായിരുന്നു. ശരി, ഇനിയിപ്പോ ഞങ്ങൾ വന്നില്ലേ, ഇനി പേടിക്കണ്ട. ഹലോ സോന, എന്താ അത്? പിന്നെ എന്തിനാ സംസാരിക്കുന്നേ? എന്നിട്ട് പേരെടുത്ത് വിളിച്ചല്ലോ. അതിനെന്തിനാ നീ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? ഒന്നുമില്ല, ഞാനത്. അല്ല നീ അങ്ങനെ ഇത്ര ധൈര്യത്തില് അവിടെ വരെ നീ പോയല്ലോ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ രണ്ടുപേരുണ്ടായിട്ട് പോലും ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. അപ്പോഴാ നീ വല്ലതും കണ്ടോ? പേടിക്കാന് വല്ലതുണ്ടായിരുന്നോ?
ഒന്നും കണ്ടില്ല. ഇനി നമുക്ക് ഉറങ്ങാല്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ളതല്ലേ. എന്ത് കാര്യം? നിങ്ങളുടെയൊക്കെ തുണ്ട് തുണ്ടായിട്ട് വെട്ടി മുറുക്കിട്ട് എനിക്ക് കഴിക്കണ്ടേ? എന്താ സോന നീ പറയുന്നേ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഞാൻ ഇങ്ങനെ ചെയ്യോ? ഞാനൊരു പ്രതത്തെ പോലെ അഭിനയിച്ചതാ, വേറൊന്നല്ല. നീ പേടിക്കണ്ട കേട്ടോ. നിന്റെ ധൈര്യം ഞാൻ ടെസ്റ്റ് ചെയ്തതാ. ശരി എന്നാ. ഇവൾക്ക് എന്താ പറ്റിയേ? ദൈവമേ, ആകെ ഷോക്ക വന്നിട്ടല്ലോ കണ്ടിട്ട്. എന്ത് പണിയാ സോന നീ കാണിച്ചത്? നമുക്ക് ഇരുട്ടത്ത് കിടക്കേണ്ടി വരില്ലേ നീ? അതിലിപ്പോ എന്താ? അതല്ലേ രസം. നിനക്ക് എന്താ പറ്റിയത്? ചേച്ചിക്ക് അറിയില്ലേ, എനിക്ക് ലൈറ്റ് ഓഫ് ആകാതെ ഉറങ്ങാൻ പറ്റില്ല. അതപ്പോ വീട്ടിൽ നിന്ന് നീ ലൈറ്റ് ഇടാനാണല്ലോ ഷട്ടി പിടിക്കാറോ? ഇപ്പൊ എന്താ പറ്റി? അന്ന് കുഞ്ഞല്ലേ, ഇപ്പൊ ഒരുപാട് വളർന്ന്. സോന, നീ എവിടേക്ക് പോകുന്നേ? ഇവരെ കൊണ്ട് ഞാൻ എവിടേക്കെങ്കിലും പോകും. മിഥുൻ. അതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. പക്ഷേ നീ കെയർഫുൾ ആയിട്ട് എവിടേക്കാ പോയിക്കെന്ന് വിചാരിച്ചിട്ട്. നീ എവിടേക്കാ പോകുന്നേ? അത് പറ. അത് പിന്നെ ആ അപ്പൂപ്പൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തോ കാര്യത്തിന്. അതിനുവേണ്ടി പോവാ ഞാന്. അപ്പൂപ്പൻ നിന്നെന്തിനാ വിളിച്ചത്? ഇവൻക്കെന്തോ അപ്പം നിന്നാ പോരെ, ഇതിൽ കുഴിയണം നിൽക്കുന്നേ. ഇനി ഇവനെ കൂടെ ഞാൻ തോറ്റു. അത് പിന്നെ എന്തോ മരുന്നിന്റെ കാര്യം തോന്നുന്നു. ഞാൻ പോയിട്ട് വരാട്ടോ. സോന, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാം. പറയാൻ പറ്റില്ല, ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളൊന്നും എനിക്ക് അങ്ങനെ പിടിക്കുന്നില്ല. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എനിക്ക് ഇച്ചിരി ധൈര്യം കൂടുതലാ. എന്താ സോന ഇത്? എല്ലാ സമയത്തും ധൈര്യം ഉണ്ടാവോ? ഞാനും കൂടി കൂടെ വരാനേ. വേണ്ട. എന്താ സോന, ഞാനും കൂടി വരാനേ. വേണ്ട മിഥുൻ, നീ ഇവിടെ നിന്നോ. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. നിനക്കൊരു ബുദ്ധിമുട്ടാവോ? ഇല്ല സോന, ഞാനും കൂടി വരാനേ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വേണ്ട. ഞാൻ വരാനേ. നിനക്ക് പലം മനസ്സിലാവില്ലേ? കുറെ നേരം ഞാൻ ഏതാച്ച കൈതോട് നീ നോക്കാൻ നിൽക്കണ്ട. എന്റെ കാര്യത്തിൽ നീ ഇടപെട്ട് പോരുത്, മനസ്സിലായോ? ഇവൾക്ക് ഇതെന്താ പറ്റിയേ? ഞാന് നല്ല കാര്യമല്ലേ ചെയ്തത്, അതിനോട് തന്നെ ചൂടാവുന്നേ? വേണ്ടെങ്കി വേണ്ട. കിളവൻ ഉറങ്ങുന്നുണ്ടല്ലേ? എങ്ങനെങ്കിലും ഈ കിളവനെ ഇനി ഒരിക്കലും ഉണര പാകത്തിന് ഇതുപോലെ ഇറക്കണം. ഈ ജീവിതത്തിൽ ഈ കിളവനെ എനിക്കില്ല, എന്റെ അച്ഛന്റെ പോലെ. എന്റെ അച്ഛൻ എങ്ങനെയാണ് കൊന്നത് അതുപോലെ ഇയാളെ ഞാൻ കൊല്ലും. ഇതെന്റെ വാശി. അപ്പൂപ്പ, എന്താ മോളെ? പിന്നെ അപ്പൂപ്പ മരുന്ന് കുടിച്ചോ? അതിന് അപ്പൂപ്പഎനിക്ക് രാത്രി ഒന്നും കുടിക്കാനില്ലല്ലോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം മരുന്ന് കുടിക്കാനേ. ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനിയിപ്പോ കുടിക്കണമെന്ന് വിചാരിച്ചു. അതെന്താ അപ്പൂപ്പ അങ്ങനെ പറയുന്നേ? മരുന്ന് കുടിക്കാതെ കിടക്കേ, അതിനൊന്നൊരു കുഴപ്പമില്ല. നിനക്ക് വെറുതെ ഇരുന്ന ഈ ഭക്ഷണത്തിന് ശേഷം കുടിക്കണമെന്നൊക്കെ. അതൊക്കെ അപ്പൂപ്പ കുടിക്കണം, എന്നാലേ രോഗം മാറും. ഇല്ല, വേണ്ട. അപ്പൂപ്പ നാളെ കുടിക്കാം കേട്ടോ. എല്ലാ ദിവസവും ഇതന്നെ കുടിക്കുന്നേ. എന്റെ കിഡ്നി അങ്ങ് അടിച്ചു പോയാലോ? എന്റെ അപ്പൂപ്പന് കിഡ്നി അങ്ങനെ അടിച്ചു പോകുന്ന കിഡ്നിയൊന്നുമല്ല, സ്ട്രോങ്ങാ. ശരി. അപ്പൂപ്പ ഗുളിക കുടിക്കാം അപ്പൂപ്പ. എന്നാ ശരി. എന്നാ അതാ ആ കാർട്ടൂന്റെ ബാഗ് എവിടെ? അവിടുന്ന് കൊണ്ടുപോവാ ഗുളിക, ഞാൻ കുടിക്കാം. പിന്നെയാണെങ്കിൽ ഒന്നാമത് ഞാൻ കുടി കുടിക്കാത്തെന്ന് വെച്ചാല് എനിക്ക് എന്റെ കണ്ണൊന്നും വലിയൊരു കാഴ്ചയില്ലാന്നേ. അപ്പൊ പിന്നെ ആരോടെങ്കിലും ഞാൻ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, കുടി കെടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാല് മറ്റുള്ളവര് എന്നെ കണ്ണ് ഡോക്ടർ കാണിച്ചിട്ട് എനിക്ക് കണ്ണട വെച്ചിരില്ലേ. അതുകൊണ്ടാ മക്കളോട് പറയണ്ടാ. ഇല്ല അപ്പൂപ്പ, ഞാൻ ആരോടും പറയില്ല. എന്റെ കയ്യിലുള്ള പോയിസൺ മരുന്ന് ഞാൻ ഈ കളവന് കൊടുക്കും. ഈ കളവന്റെ വയറ്റിലെ എല്ലാ അവയവങ്ങളും എല്ലാം ഇഞ്ചിഞ്ചായി നശിക്കും. കണ്ടോ? ഇതെന്താ സോനമോളൊന്നും ഉറങ്ങിയില്ലേ? ഇല്ല. അതെന്ത് പറ്റി? അത് പിന്നെ അപ്പൂപ്പ എനിക്കൊരു കൂട്ടിനായിട്ട് വന്നതാ. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. നീ എന്തിനാ അപ്പൂപ്പനെ കാണാൻ വന്നിട്ടില്ല എന്നുള്ള കാര്യം. ദൈവമേ, ഈ തളയ്ക്ക് മനസ്സിലായോ ഞാൻ എന്തിനാന്നുള്ള കാര്യം? ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? കൊച്ചു കളി. എന്താ നിന്റെ അടവിലെ? നീ ഇത്രക്കാരാണെന്ന് വിചാരിച്ചില്ല. എത്ര കാര്യം? ഞാൻ അതിലൊന്നല്ല വന്നിട്ടുള്ളത്. പിന്നെ പറ, നീ എന്തിനാ വന്നിട്ടുള്ളത്? അപ്പൂപ്പനെ എടുക്കാന് എന്നുള്ള കാര്യം പറയാനാണെങ്കിൽ നീ പറയട്ട. നീ കള്ളം പറയാ. അത് പിന്നെ സോറി. എന്തിനു സോറി പറയണം? ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ എടുത്തിട്ടുള്ള അടവുകളൊക്കെ അല്ലേ. നീ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പൂപ്പന്റെ ഒപ്പം ഇറങ്ങാൻ വേണ്ടിട്ടല്ലേ? നിനക്ക് പേടിയായിട്ട്. അതൊക്കെ എനിക്ക് അറിയാന്നേ. അതന്നെ. മൈ ഗോഡ്, ഞാൻ ആകെ പേടിച്ചു പോയി. അതെ. ഇനി ഇവിടെ കിടക്കാണ്ട കേട്ടോ. ഒരു കാര്യം ചെയ്യ്, അവരോടൊപ്പം കിടക്ക്. മിഥുനും ദേവും അതുപോലെ തന്നെ എന്റെ ചേച്ചിക്ക് എവിടെയില്ലേ, അവിടെ പോയി കിടക്കാൻ നോക്ക്. ഇവിടെ കിടക്കണ്ട. ഞാൻ കിടക്കാം. ചേച്ചി പോയിക്കോളൂ. ഞാന് കുറച്ചേരം അപ്പൂപ്പനൊപ്പം തമാശ പറഞ്ഞിട്ടാണ്.
വേണ്ട വേണ്ട വേണ്ട, അപ്പൂപ്പനോട് തമാശ പറഞ്ഞിട്ട് അപ്പൂപ്പന്റെ കഥകളും കേട്ടിട്ട് ഇവിടെ ഇറങ്ങാനുള്ള പരിപാടിയില്ല, അതൊന്നും പറ്റില്ല. മോള് പോയിക്കാ. ഓ, ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എങ്ങനെയെങ്കിലും ഗുളിക കുടിക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ വേണ്ട, നാളത്തെ ചെയ്യാം. ശരി. ഓ, അച്ഛനപ്പോഴേക്കും ഉറങ്ങിയോ?